കേരളത്തിലെ സഹകരണ മേഖലയെയും സർക്കാർ ഖജനാവിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന അതീവ ഗുരുതരമായ ഒരു അഴിമതി ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രാഥമിക സഹകരണ ബാങ്കുകളെയും സംഘങ്ങളെയും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതിയുടെ മറവിൽ 700 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടക്കുന്നു എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഒരു പൊതു സോഫ്റ്റ്വെയറിലൂടെ ബന്ധിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി. ബാങ്കിംഗ് ഇടപാടുകൾ സുതാര്യമാക്കാനും തട്ടിപ്പുകൾ തടയാനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ആദ്യം ടെൻഡർ വിളിച്ചപ്പോൾ ലോക പ്രശസ്തമായ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCS ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വെറും 206 കോടി രൂപയ്ക്ക് കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളിലും ഈ സോഫ്റ്റ്വെയർ സ്ഥാപിക്കാമെന്നും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താമെന്നും TCS കരാർ ഏറ്റെടുത്തിരുന്നതാണ്. 2024 ഏപ്രിലിൽ ഇതിനുള്ള ഔദ്യോഗിക ഉത്തരവും പുറത്തിറക്കിയിരുന്നു. എന്നാൽ പിന്നീട് വളരെ നിഗൂഢമായ സാഹചര്യത്തിൽ ഈ കരാർ റദ്ദാക്കപ്പെട്ടു. TCSനെ പോലുള്ള ഒരു ആഗോള ഭീമനെ ഈ പദ്ധതിയിൽ നിന്നും പുറത്താക്കാൻ സർക്കാർ പുതിയ ടെൻഡറുകൾ കൊണ്ടുവന്ന നിബന്ധനകളും തികച്ചും വിചിത്രമായിരുന്നു. കേരളത്തിൽ ചുരുങ്ങിയത് 200 ജീവനക്കാർ വേണം തുടങ്ങിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതോടെ TCSന് ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പകരം കണ്ണൂരിൽ നിന്നുള്ള CPM നിയന്ത്രണത്തിലുള്ള 2 സഹകരണ സംഘങ്ങൾ മാത്രമാണ് പുതിയ ടെൻഡറിൽ പങ്കെടുത്തത്. അതിലൊന്ന് കേരള ദിനേശ് BD വർക്കേഴ്സ് സഹകരണ സംഘമാണ്. IT രംഗത്ത് യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു BD സഹകരണ സംഘത്തിന് ഈ കരാർ നൽകുന്നതിലൂടെ ഖജനാവിന് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ ഇതിലെ അഴിമതിയുടെ വ്യാപ്തി വ്യക്തമാകും. വെറും 280 സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കാൻ ദിനേശ് BD സംഘത്തിന് സർക്കാർ നൽകുന്ന തുക 58 കോടി രൂപയാണ്. ഈ നിരക്കനുസരിച്ച് കേരളത്തിലെ ആകെ 4415 സംഘങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏകദേശം 914 കോടി രൂപ ചിലവ് വരും. നേരത്തെ TCS വെറും 206 കോടിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഇതേ പണിക്കാണ് ഇപ്പോൾ 900 കോടിയിലധികം രൂപ ചെലവാക്കുന്നത്. അതായത് ഏകദേശം 700 കോടിയിലധികം രൂപയുടെ അറ്റ നഷ്ടം സർക്കാർ ഖജനാവിനുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും വലിയ തുക യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു സ്ഥാപനത്തിന് നൽകുന്നത് അഴിമതി ലക്ഷ്യമിട്ടാണ് എന്ന് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. സാമ്പത്തിക കൊള്ളയ്ക്ക് പുറമെ മറ്റൊരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. എല്ലാ സഹകരണ സംഘങ്ങളെയും ഒരൊറ്റ സോഫ്റ്റ്വെയറിലൂടെ ബന്ധിപ്പിക്കുന്നതോടെ കേരളത്തിലെ സഹകരണ മേഖലയെ മുഴുവൻ ഭരണകക്ഷിയുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ സമയത്ത് അടിയന്തരമായി ഈ കരാർ ഉറപ്പിക്കാൻ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി തേടുന്നത് എന്തിനാണ് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഭരണം ഒഴിയുന്നതിന് മുൻപ് ഖജനാവ് കൊള്ളയടിച്ച് സ്വന്തം പാർട്ടിക്കാരെ സഹായിക്കാനുള്ള തീവെട്ടിക്കൊള്ളയാണിതെന്ന് വ്യക്തമാണ്. സാധാരണക്കാരന്റെ നികുതി പണം ഇത്തരത്തിൽ ദൂർത്തടിക്കുന്ന നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്.